ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് SSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് സിലോയിസം അല്ലെങ്കിൽ ഡിഡക്ഷൻസ്. നമുക്ക് ആദ്യം എൻ്റെ പ്രാധാന്യം നോക്കാം. ഇപ്പം ഒരു ബാങ്ക് എക്സാം എടുക്കുകയാണെങ്കിൽ, അത് പ്രിലിംസ് ആണെങ്കിൽ മിനിമം 3 മാക്സിമം 5 ഷുവറായിട്ടും സിലോയിസം ക്വസ്റ്റൻസ് കണ്ടിരിക്കും. അത് PO ആയിക്കോട്ടെ, ക്ലർക്ക് ആയിക്കോട്ടെ. ഇനി അതുപോലെ SSCയിലേക്ക് വരുവാണെങ്കിലും ഒരു 3 എണ്ണം ഉറപ്പായിട്ടും കാണും. മറ്റൊന്ന് POയും ക്ലർക്കും ചോദിക്കുന്നുള്ളത് മാത്രമല്ല, പ്രിലിംസിലും മെയിൻസിലും ഇത് കാണുമെന്നുള്ളതാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SSC ബാങ്ക് ആസ്പിറന്റിന് സിലോയിസം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാനേ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് പഠിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് വരുന്നത് ഇതിലൊന്നുമല്ല, ഇത് ചെയ്യേണ്ടുന്ന സമയമാണ്. കാരണം നമുക്കറിയാം, ഒരു ബാങ്ക് ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു SSC ഉദ്യോഗാർത്ഥിക്ക് പ്രിലിമിനറി എക്സാം ഉണ്ടല്ലേ, പ്രിലിംസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് വരുന്നത് സമയമായിരിക്കും. ആർക്കും സമയമാണ് കുറവ് ഇല്ലാത്തത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും 36 സെക്കൻഡ്. കാരണം 100 ക്വസ്റ്റ്യൻ ഉണ്ട്, 60 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് അറൗണ്ട് ഒരു 36 സെക്കൻഡേ കിട്ടുള്ളൂ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. ആ 36 സെക്കൻഡിനുള്ളിൽ ചോദ്യം വായിക്കണം, ചോദ്യം മനസ്സിലാക്കണം, ഉത്തരം കണ്ടുപിടിക്കണം, ഉത്തരം കുത്തണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പം അത് ഭയങ്കര പാടാണല്ലേ. ആ സമയത്താണ് ഒരു 12 സെക്കൻഡിൽ ഉത്തരം കിട്ടും എന്ന രീതിയിൽ സിലോയിസം വരുന്നത്. അവിടെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. കാരണം നമുക്കിപ്പം ബൈ ചാൻസ് ഇപ്പം പ്രിലിംസ് ഒക്കെ ചെയ്യാൻ നേരത്ത് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പസിൽസിലൊക്കെ നമ്മൾ സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ അവിടെ പോയ സമയം നമുക്ക് ഇവൻ തിരിച്ചു തരും. സോ അത് നമുക്ക് ഭയങ്കര ലക്ഷറി ആണല്ലേ. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം സിലോയിസം നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ശരിക്കും ഒരു സ്റ്റഡി മസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിലോയിസം. സോ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ സിലോയിസം ചെയ്യുന്നത് അതും പല മെത്തേഡ് ചെയ്യാം. റൂൾ മെത്തേഡ് ബൈ റൂൾ ചെയ്യാം, അല്ലെങ്കിൽ ബൈ വെൻ ഡയഗ്രം ചെയ്യാം. നമ്മളിവിടെ വെൻ ഡയഗ്രം ഫോളോ ചെയ്യുന്നത്. കാരണം റൂൾ മെത്തേഡ് ആക്ച്വലി കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. മറ്റൊന്ന്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ബൈ റൂൾ മെത്തേഡ് ചെയ്യാൻ പറ്റാറില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് വെൻ ഡയഗ്രം മെത്തേഡാണ്. വെൻ ഡയഗ്രം നമ്മൾ അറിയാലോ അല്ലേ, നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. അതായത് എത്ര എലമെന്റ്സ് ഉണ്ടോ അതിനെ ജോമെട്രിക്കൽ ഷേപ്പ് ആയിട്ടുള്ള സർക്കിൾ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതാണ് വെൻ ഡയഗ്രം മെത്തേഡ്. സോ നമ്മൾ സിലോയിസത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് വെൻ ഡയഗ്രം മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് ലോജിക്കിന് യാതൊരു പ്രാധാന്യവും കൊടുക്കരുത്. കാരണം അറിയാമല്ലോ, ഇപ്പൊ പറയുവാണ് ഓൾ SRB, ഓൾ ട്രെയിൻ ആർ കാർ, അങ്ങനെയൊക്കെ പറയുമ്പം നിങ്ങൾ ഒരിക്കലും ആ ഒരു ലിറ്ററലി അല്ല നോക്കേണ്ടത്, ആ ഒരു സംഭവം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരിക്കലും അതിന്റെ അർത്ഥത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. ഓക്കെ അല്ലേ. സോ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ. സോ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റൻ ആണ് ഇത് സിലോയിസത്തിന്റെ. സിലോയിസത്തിൽ എപ്പോഴും 2 പാർട്ട് കാണും, സ്റ്റേറ്റ്മെന്റും കാണും, കൺക്ലൂഷനും കാണും. ഓക്കെ, സോ നമുക്കിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ നിന്നും എങ്ങോട്ടെത്തണം, ഇങ്ങോട്ടേക്ക് എത്തണം. സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമ്മൾ കൺക്ലൂഷൻ ഈ തന്നിരിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് പറയണം. അതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, സോ നമുക്ക് നേരെ ഇതൊന്ന് വരച്ചു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് വെൻ ഡയഗ്രം മെത്തേഡ് ആണെന്ന്. സോ നമുക്ക് ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെൻ ഡയഗ്രത്തിലേക്ക് വരക്കണം. എന്നിട്ട് വെൻ ഡയഗ്രത്തിൽ നിന്നാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്, ഈ കൺക്ലൂഷനിലേക്ക് പോകുന്നത്. ഓക്കെ അല്ലേ. സോ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഓൾ റോഡ്സ് ആർ ട്രാഫിക്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നിന്ന് മീനിങ് നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾ അങ്ങ് ഡ്രോ ചെയ്താൽ മതി. ഓക്കെ, സോ ഓൾ റോഡ്സ് ആർ ട്രാഫിക് എങ്ങനെ വരും നമുക്ക് നോക്കാം. എല്ലാ റോഡും ട്രാഫിക് ആണല്ലേ. ഇവിടെ എത്ര എലിമെന്റ്സ് ഉണ്ട്? 2 എലിമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? റോഡും ട്രാഫിക്കും. സോ ദർ മസ്റ്റ് ബി 2 സർക്കിൾസ്, 2 സർക്കിൾ വേണം. അപ്പം റോഡിനൊന്ന്, ട്രാഫിക്കിനൊന്ന്. പറയാം എല്ലാ റോഡും ട്രാഫിക് ആണെന്നല്ലേ. സോ ഇത് റോഡാണെങ്കിൽ ഓൾ റോഡ്സ് ആർ ട്രാഫിക്, എല്ലാ റോഡും ട്രാഫിക് ആണ്. സോ ക്ലിയർ അല്ലേ. ഇത് ട്രാഫിക് റോഡ് നിങ്ങൾ മൊത്തം എഴുതേണ്ട ആവശ്യമില്ല, ആ ഒരു ഫസ്റ്റ് ലെറ്റർ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ പറയുവാണ് ഓൾ ട്രാഫിക് ആർ ഹസിൽ. എങ്ങനെ വരും? എല്ലാ ട്രാഫിക്കും ഹസിലാണ്. അപ്പൊ എങ്ങനെ വരും? അപ്പൊ ട്രാഫിക്കിനകത്ത് എന്ത് വരും? ട്രാഫിക്കിന്റെ പുറത്തൂടെ എന്ത് വരും? ഹസിൽ വരും. എല്ലാ ട്രാഫിക്കും ഹസിലാണ്. പിന്നെന്താ പറയുന്നേ? നോ ഹസിൽ ഇസ് കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോ ഹസിൽ ഇസ് കാം. ഈ നോ എന്ന് പറയാൻ നേരത്ത് പലപ്പോഴും പലരും എഴുതുന്ന ഒരു രീതി ഇങ്ങനെയാണ്. ദാ നോ ഹസിൽ ഇസ് കാം ആണെങ്കിൽ ദാ ഇങ്ങനെ മാത്രം എഴുതി വെക്കും, ഇവർ തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ അതിനർത്ഥം ഹസിലും കാമും ആയിട്ട് ശരിക്കും നോ എന്ന ബന്ധം ഉണ്ടെന്നല്ല, നോ റിലേഷൻ ആണിത്. ഇങ്ങനെ വരച്ചാൽ അത് നോ റിലേഷൻ ആണ്, അല്ല അതായത് നോ എന്ന് പറയുന്ന റിലേഷൻ ഇതല്ല. മനസ്സിലായോ? അതായത് നമ്മൾ നോ എന്നാണ് പറയുന്നതെങ്കിൽ, ഇവിടെ പറയുന്ന പോലെ നോ ഹസിൽ ഇസ് കാം എന്നാണെങ്കിൽ അതിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെയല്ല എഴുതി വെക്കേണ്ടത്. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, കാം വേറെ ഹസിൽ വേറെ, ഇവരിൽ ബന്ധമൊന്നും ഇല്ലെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇവിടെ ആ ഒരു നോ റിലേഷൻ കാണിക്കണം. മനസ്സിലായോ? അതായത് ഇവർ തമ്മിൽ നോ ഹസിൽ ഇസ് കാം ആണെങ്കിൽ ഒരു ഹസിൽ പോലും കാം ആവില്ല എന്നാ പറയുന്നല്ലേ. അപ്പം അതൊരു നോ റിലേഷൻ, ഒരു ബിഗ് നോ ആണല്ലേ. അപ്പൊ ആ ഒരു ഇത് നമ്മളിവിടെ കാണിക്കണം. എങ്ങനെ വരും? അപ്പോൾ ഇതുപോലെ വരും. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഇവ തന്നിരുന്ന സ്റ്റേറ്റ്മെന്റിന്റെ വെൻ ഡയഗ്രം. ഓൾ റോഡ് ആർ ട്രാഫിക്, ഓൾ ട്രാഫിക് ആർ ഹസിൽ ആൻഡ് നോ ഹസിൽ ഇസ് കാം. ക്ലിയർ അല്ലേ? സോ ഇനി നമ്മൾ ഈ വെൻ ഡയഗ്രം വെച്ചിട്ട് എങ്ങോട്ട് പോകണം? കൺക്ലൂഷനിലേക്ക് പോകണം. സോ
സ്റ്റേറ്റ്മെന്റിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വെൻ ഡയഗ്രത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് മൊത്തം വെൻ ഡയഗ്രം വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. കൺക്ലൂഷൻ നമ്പർ 1, നോ കാം ഇസ് എ റോഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നോ കാം ഇസ് എ റോഡ് എന്ന് പറയുമ്പം ഇതൊരു നെഗറ്റീവ് കൺക്ലൂഷൻ ആണല്ലേ. അതെങ്ങനെ മനസ്സിലായി നെഗറ്റീവ് ആണെന്ന്? ഒരു നെഗറ്റീവ് ആയിട്ട് ഇതിനകത്ത് ഏതാ? നോ അല്ലേ? നോ, സം നോട്ട്, ഇതൊക്കെ എന്താണ്? ഒരു നെഗറ്റീവ് വാക്കുകളാണ്. സോ കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കൺക്ലൂഷൻ ഇസ് ഓഫ് 2 ടൈപ്സ്. 2 ടൈപ്പ് കൺക്ലൂഷൻ ഉണ്ട്. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ ജസ്റ്റ് ഡയഗ്രത്തിലേക്ക് നോക്കുക, ഉത്തരം എഴുതുക. മനസ്സിലായോ? ഇതാണ് ആ ഗോൾഡൻ റൂള്. കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദി ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഡയഗ്രം നോക്കുക. അറിയാലോ, നമ്മൾ കൺക്ലൂഷൻ വായിക്കുമ്പം ആക്ച്വലി എന്തുണ്ടാവും? നമ്മുടെ മുന്നിൽ ഈ ഡയഗ്രം ഉണ്ടാവും അല്ലേ? അപ്പോൾ കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഡയഗ്രം നോക്കുക, ആൻസർ ചെയ്യുക. എന്നാൽ കൺക്ലൂഷൻ നെഗറ്റീവ് ആണെങ്കിൽ നേരെ നോക്കിയാൽ ശരിയാവില്ല. കൺക്ലൂഷൻ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇതിന്റെ കോംപ്ലിമെന്ററി എടുക്കേണ്ടി വരും. കാരണം കൺക്ലൂഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പം എന്താ പറയുക, ഈ ഡയഗ്രത്തിൽ മാത്രം ശരിയായാൽ പോരാ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് നമ്മൾ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഈ ഡയഗ്രം മാത്രമല്ല, നമുക്ക് പലതരത്തിൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ അത്രയും ഡീപ്പായിട്ട് പോയില്ല എന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഈ ഡയഗ്രം മാത്രമല്ല, പല ഡയഗ്രംസ് ഉണ്ട്. അപ്പോൾ കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഈ ഡയഗ്രം മതി. നമ്മൾ ബേസിക് ഡയഗ്രം എന്നൊരു ഇതിൽ മിനിമം ഓവർലാപ്പിംഗ് റൂൾ വെച്ച് ഇത് വരച്ചു എന്നേ ഉള്ളൂ. എന്നാൽ ശരിക്കും നോക്കുവാണെങ്കിൽ ഇതിന് തന്നെ ഒരുപാട് ഡയഗ്രംസ് വേറെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പം നമ്മൾ പോസിറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ, കൺക്ലൂഷൻ എങ്കിൽ, കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ, അത് ഓക്കെയാണ്. പക്ഷേ കൺക്ലൂഷൻ നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് കൺക്ലൂഷൻ ആണെങ്കിൽ ഈ ഡയഗ്രാം മാത്രം നമുക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല. ഇപ്പൊ ഈ ഡയഗ്രത്തിൽ നെഗറ്റീവ് കൺക്ലൂഷൻ ശരിയാവാം തെറ്റാവാം, ഏതാണെങ്കിലും അത് ചിലപ്പോൾ മറ്റു ഡയഗ്രത്തിൽ ഉത്തരം വേറെ ആണെങ്കിലോ, അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. കാരണം ഇതല്ലാതെ വേറെ ഡയഗ്രാംസ് ഉണ്ടെന്നിരിക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ പറയുവാണ് ഓൾ എസ് ആർ ബി എന്ന് പറഞ്ഞു. ഇപ്പൊ ഓൾ എസ് ആർ ബി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ? ഓൾ എസ് ആർ ബി ഇങ്ങനെയും വരയ്ക്കാം, എങ്ങനെയും കൂടെ വരയ്ക്കാം, ഇങ്ങനെയും വരച്ചൂടെ? എക്കും ബിക്കും ഒരേ വലിപ്പം, ഇത് ഓൾ എസ് ആർ ബി അല്ലേ എന്ന് പറയുന്ന പോലെ ഇതിനെല്ലാത്തിനും വേറെയും പടങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മിനിമം ഓവർലാപ്പിംഗ് റൂൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നോക്കിയേ, ഈ രണ്ട് പടം നോക്കിക്കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് കുറവ് ചെയ്തില്ല, ഇതിനകത്തല്ലേ? സോ മിനിമം ഓവർലാപ്പിംഗ് റൂൾ വെച്ച് നമ്മൾ ഈ ഒരു പടം വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന പടം വരയ്ക്കാൻ നേരത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മിനിമം ഓവർലാപ്പിംഗ് റൂൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നോ കാം ഇസ് എ റോഡ്. അപ്പൊ എന്താക്കണം? നമ്മൾ ഇതിന്റെ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഈ ഡയഗ്രാം കൊണ്ട് മാത്രം നേരെ കുത്തിരുത്താൻ പറ്റില്ല. സോ നമ്മൾ കോംപ്ലിമെന്ററി എടുക്കും. അന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം, കോംപ്ലിമെന്ററി എന്ന് പറയുന്ന നേരത്തേക്കും ഇവിടെ നോ ആണെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത് സം ആയിരിക്കും. അതുപോലെ സം നോട്ട് ആണെങ്കിൽ കോംപ്ലിമെന്ററി വരുന്നത് ഓൾ ആയിരിക്കും. എന്താണ് കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോംപ്ലിമെന്ററി പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കുറയും, ഒന്ന് വലുതാണെങ്കിൽ മറ്റൊന്ന് ചെറുതാകും, ഒന്ന് അങ്ങോട്ട് വരും ഒന്ന് ഇങ്ങോട്ട് പോകും, അങ്ങനെ. അതായത് കോംപ്ലിമെന്ററി പെയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരുപോലെ ശരിയാവില്ല, ഒരിക്കലും ഒരുപോലെ തെറ്റത്തുമില്ല. ഒരാൾ ശരിയായാൽ മറ്റൊരാൾ തെറ്റായിരിക്കും, ഒരാൾ തെറ്റിയാൽ മറ്റൊരാൾ ശരിയായിരിക്കും. മനസ്സിലായോ? അതാണ് കോംപ്ലിമെന്ററി പെയർ. അപ്പോൾ നെഗറ്റീവ് ആണ് നിങ്ങളോട് കൺക്ലൂഷൻ ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അതിന്റെ കോംപ്ലിമെന്ററി എടുക്കണം. നമുക്കറിയാം നെഗറ്റീവ് കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരുള്ളൂ? ഒന്നെങ്കിൽ നോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? സം നോട്ട് ആയിരിക്കും അല്ലേ? അതാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞത്. സമ്മും ഓളും ആണ്, നമുക്ക് നെഗറ്റീവ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ കൺക്ലൂഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഒന്നുകിൽ നോ ആയിരിക്കും, അല്ലെങ്കിൽ സം നോട്ട് ആയിരിക്കും. നോ ആണെങ്കിൽ നമ്മൾ അതിനെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സം എടുക്കുക, സം നോട്ട് ആണെങ്കിൽ നമ്മൾ ഓൾ എടുക്കുക. നോക്കി ഇവിടെ നോ കാം ഇസ് എ റോഡ് എന്നല്ലേ? അപ്പം നെഗറ്റീവ് ആണ്, നോ ആണ്, നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സം എടുക്കണം. അപ്പം സം കാം ഇസ് എ റോഡ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, സം കാം റോഡ് ആണോ എന്ന് നമ്മൾ നോക്കുകയല്ല വേണ്ടേ, റോഡ് ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കണ്ടേ. ഓക്കെ, സം കാമിന് റോഡ് ആവാനുള്ള ചാൻസ് ഉണ്ടോ നോക്കിയേ. ഇതാണ് കാം അല്ലേ? ഇതാണ് കാം, ഇതാണ് റോഡ്. സം കാമിന് റോഡ് ആവാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. കാര്യം എന്തുകൊണ്ടാ? കാരണം ഈ റോഡ് ഇരിക്കുന്നത് എച്ചിന്റെ ഹസിലിന്റെ അകത്താണ്, ഹസിലിനകത്തേക്ക് കാമിന് കയറാൻ പറ്റില്ല. അങ്ങനെ വരുമ്പം സം കാമിന് റോഡ് ആവാനുള്ള ചാൻസ് ഇല്ല. സോ നമ്മുടെ കോംപ്ലിമെന്ററി, അതായത് ഓൾ കാമിസ് റോഡ് എന്നുള്ളത്, അല്ല സോറി, സം കാമിസ് റോഡ് എന്നുള്ളത് തെറ്റിപ്പോവും. അപ്പോൾ കോംപ്ലിമെന്ററി തെറ്റുമ്പം നമുക്കറിയാം എന്താ കോംപ്ലിമെന്ററി പേര്? ഒന്ന് തെറ്റിയാൽ മറ്റൊന്ന് ശരിയാകും. അങ്ങനെ വരുമ്പം നമ്മുടെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സം കാമിസ് റോഡ് എന്നുള്ളത് തെറ്റുമ്പം നമ്മുടെ നോ കാമിസ് റോഡ് എന്നുള്ള കൺക്ലൂഷൻ ശരിയാവും. പറഞ്ഞ മനസ്സിലായോ? അതായത് ഇത്രയേ ഉള്ളൂ. കൺക്ലൂഷൻ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിന്റെ കോംപ്ലിമെന്ററി എടുക്കണം. കോംപ്ലിമെന്ററി എടുത്തിട്ട് ആ കോംപ്ലിമെന്ററി പോസിബിൾ ആണോ, ആ ഒരു പോസിബിലിറ്റി നോക്കും. അത് പോസിബിൾ ആണെങ്കിൽ കൺക്ലൂഷൻ തെറ്റും, പോസിബിൾ അല്ലെങ്കിൽ കൺക്ലൂഷൻ ശരിയാവും. ഓക്കെ,
ഇവിടെയും കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോ കാം ഇസ് എ ട്രാഫിക്. ഇവിടെ നോക്കിയേ, നോയാണ്, നോയുടെ കോംപ്ലിമെന്റർ എന്താണ്? സം ആണ്. സം കാം ഇസ് എ ട്രാഫിക്. സം കാമിന് ട്രാഫിക് ആവാൻ പറ്റുമോ? എഗെയിൻ പറ്റില്ല. കാര്യം ഈ ട്രാഫിക് എവിടെ ഇരിക്കുന്നേ? ഹസിലിനകത്ത്. ഹസിലും കാമുമായിട്ട് നോയാണ് റിലേഷൻ. അങ്ങനെ വരുമ്പം കാമിന് ഹസിലിനകത്ത് കയറി ട്രാഫിക് വരാൻ പറ്റില്ല. സോ സം കാം ഈസ് എ ട്രാഫിക് എന്നുള്ള നമ്മുടെ കോംപ്ലിമെന്ററി തെറ്റാണ്. അപ്പോൾ നമ്മുടെ നോ കാം ഈസ് എ ട്രാഫിക് എന്നുള്ളത് ശരിയാവും. മനസ്സിലായോ? സോ കൺക്ലൂഷൻ ആക്ച്വലി കഴിഞ്ഞില്ല, ഇവിടെയുണ്ട്. സം ഹസിൽ ആ റോഡ്. ഇവിടെ പിന്നെ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സം ഹസിൽ ആ റോഡ്, അതൊരു പോസിറ്റീവ് കൺക്ലൂഷൻ ആണ്. എന്ത് ചെയ്താൽ മതി? നേരെ നോക്കുക, ഉത്തരം എഴുതുക. നോക്കിയേ, സം ഹസിൽ ആ റോഡ്. ചില ഹസിൽ റോഡ് അല്ലേ? യെസ്, ഹസിലിനകത്താണ് റോഡ്. സം ഹസിൽസ് ആർ റോഡ്. സോ അങ്ങനെ നോക്കുമ്പം ഇതും എന്താണ്? നമുക്ക് ശരിയാണ്. അടുത്തത് സം ഹസിൽ ആർ ട്രാഫിക്. അഗെയിൻ പോസിറ്റീവ് കൺക്ലൂഷൻ ആണ്. നേരെ നോക്കുക, ഉത്തരം എഴുതുക. നോക്കിയേ, സം ഹസിൽ ആർ ട്രാഫിക്. ഹസിൽ ട്രാഫിക് ആണോ? യെസ്, അതെ അല്ലേ? ഹസിലിനകത്താണ് ട്രാഫിക്. സം ഹസിൽ ട്രാഫിക് ആണ്. സോ അതും ശരിയാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും അതുപോലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും എല്ലാ കൺക്ലൂഷൻസും ശരിയായിട്ട് കിട്ടി. സോ ഏതായിരിക്കും കൺക്ലൂഷൻ? 1, 2, 3 and 4 ഫോളോ, ഓൾ ഫോളോസ് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇത്രയുള്ള കാര്യം, വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. സ്റ്റേറ്റ്മെന്റ് വായിക്കുക, വെൻ ഡയഗ്രം വരയ്ക്കുക, കൺക്ലൂഷൻ വായിക്കുക. 2 പോസിബിലിറ്റീസ് ആണ്. ഒന്നുകിൽ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. നെഗറ്റീവ് ആണെങ്കിൽ കോംപ്ലിമെന്ററി എടുക്കുക. കോംപ്ലിമെന്ററി ശരിയായാൽ ഉത്തരം തെറ്റും, കോംപ്ലിമെന്ററി തെറ്റിയാൽ ഉത്തരം ശരിയാവും. അത്രേ ഉള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ നേരെ നോക്കുക, ഉത്തരം എഴുതുക. ക്ലിയർ അല്ലേ? സോ രണ്ടാമത്തെ ചോദ്യം, ഇവിടെയും സ്റ്റേറ്റ്മെന്റ് ഓൾ കാറ്റ്സ് ആർ മാറ്റ്സ്. വരച്ചു നോക്കാം അല്ലെ? ഓൾ കാറ്റ്സ് ആർ മാറ്റ്സ്. ഓക്കെ, നോ ഗോട്ട് ഇസ് എ മാറ്റ്. നോ ഗോട്ട് ഇസ് എ മാറ്റ്. ഓക്കെ, ഇതാണ് ഡയഗ്രാം. നമുക്ക് നോക്കാം അല്ലെ? നോ ക്യാറ്റ് ഇസ് എ ഗോട്ട്. അഗെയിൻ നെഗറ്റീവ് കൺക്ലൂഷൻ ആണ്. നമ്മൾ എന്തെടുക്കാം? സം ക്യാറ്റ് ഈസ് എ ഗോട്ട് എന്നെടുക്കാം. സം ക്യാറ്റ് ഈസ് എ ഗോട്ട്. സം ക്യാറ്റിന് ഗോട്ട് ആവാൻ പറ്റുമോ? ഈ ക്യാറ്റ് ഇരിക്കുന്നത് എവിടെയാണ്? മാറ്റിനകത്താണ്. മാറ്റും ഗോട്ടുമായിട്ട് ശത്രുക്കളാണ്, നോയാണ്. അങ്ങനെ വരുമ്പം സം ക്യാറ്റിന് ഗോട്ട് ആവാനായിട്ട് പറ്റില്ല. കോംപ്ലിമെന്ററി തെറ്റാണ്. അഗെയിൻ നമ്മളുടെ കൺക്ലൂഷൻ ശരിയാവും. ഓക്കെ അല്ലേ? ഇനി ബാക്കി രണ്ടും വലിയ വെല്ലുവിളിയില്ല. കാര്യം എന്തുകൊണ്ടാ? സം മാറ്റ്സ് ആർ റൈറ്റ്, സം മാറ്റ്സ് ആർ ക്യാറ്റ്സ്. പോസിറ്റീവ് ആണ്. നേരെ നോക്കാം. മാറ്റ്സ് ക്യാറ്റ് ആണോ? അതെ, ശരിയാണ്. സം ഗോട്ട്സ് ആർ മാറ്റ്. ഗോട്ട് മാറ്റാണോ? നേരെ നോക്കിയാൽ മതി. ഗോട്ട് മാറ്റല്ല. സോ തെറ്റാണ്. സോ കൺക്ലൂഷൻ 1 and 2 follows and option 2 is the answer. ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്തതിലേക്ക്. ആർ ഡോളേഴ്സ്. ഓൾ പെസോ ആർ ഡോളേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പൗണ്ടും പെസോയും രണ്ടും പി തന്നെയല്ലേ? അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒന്ന് മനസ്സിലാവാനായിട്ട് പൗണ്ടിന് പി ഡി എന്ന് കൊടുക്കുന്നു, പെസോയ്ക്ക് നമ്മൾ പി എസ് എന്ന് കൊടുക്കാം. പക്ഷേ പെസോ എവിടെ വരക്കണം എന്നുള്ളതാണ്. എവിടെ വരക്കണം? ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ? പെസോ നമുക്ക് പി എസ് ഇങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിലോ, ഇപ്പം പൗണ്ട് പെസോ, ഓൾ പൗണ്ട് ആർ ഡോളേഴ്സ് എന്നല്ലേ? സോ നമ്മൾ ഇങ്ങനെ വരച്ചു. ഇത് ഡോളർ. പെസോനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ? കണ്ടോ? ഇവിടെയും ആക്ച്വലി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ശരി തന്നെയാണ്. നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ വരയ്ക്കുന്നത് ആക്ച്വലി എന്താണ്? മിനിമം ഓവർലാപ്പിംഗ് റൂൾ വെച്ച് നമ്മൾ വരയ്ക്കുന്ന ഒരു പടം മാത്രമാണ്. എന്നാൽ ഇത് മാത്രമല്ല, ഇതുപോലെ മറ്റു പടങ്ങൾ ഇനി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ, വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം അല്ലേ? ഇതിനകത്തും രണ്ടിലും സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ട്. നോക്കിയേ, ഓൾ പൗണ്ട് ആർ ഡോളേഴ്സ്, ഓൾ പൗണ്ട് ആർ ഡോളേഴ്സ്, ഓൾ പെസോ ആർ ഡോളേഴ്സ്, ഓൾ പെസോ ആർ ഡോളേഴ്സ്. ഇങ്ങനെയും ഇങ്ങനെയും വരയ്ക്കാം. ഇതിൽ ഏതാണ് ശരി? ഈ പെസോനെ എങ്ങനെ വരയ്ക്കണം? ഡോളറുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കണോ ചെയ്യാതെ വരയ്ക്കണോ? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എങ്ങനെ വരയ്ക്കണം? എന്താ തോന്നുന്നേ? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ റൂൾ, ഓർമ്മയുണ്ടോ? മിനിമം ഓവർലാപ്പിംഗ് റൂൾ. അതായത് ഓവർലാപ്പിംഗ് ഏറ്റവും കുറവ് എവിടെയാണോ അതാണ് വരയ്ക്കേണ്ടത്. ഒന്ന് നോക്കിയേ, ഇവിടെ പെസോയ്ക്ക് ഓവർലാപ്പിംഗ് ആരോടൊക്കെ ഉണ്ട്? പൗണ്ടുമായിട്ടുണ്ട്, ഡോളറുമായിട്ടുണ്ട്. എന്നാൽ ഇവിടെയോ ഓവർലാപ്പിംഗ് പൗണ്ടുമായിട്ട് മാത്രമേ ഉള്ളൂ. സോ ഓവർലാപ്പിംഗ് കുറവുള്ളത് രണ്ടാമത്തെ ഡയഗ്രത്തിലാണ്. സോ ഈ ഡയഗ്രാം തെറ്റാണ്. നമുക്ക് എടുക്കേണ്ടത് ഈ ഡയഗ്രമാണ്. മനസ്സിലായോ? സോ നിങ്ങൾ എപ്പോഴും രണ്ട് ഡയഗ്രാം കൺഫ്യൂഷൻ ആയിട്ട് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ മിനിമം ഓവർലാപ്പിംഗ് റൂൾ വെച്ച് പോയാൽ മതി. ക്ലിയർ അല്ലേ? സോ നമുക്ക് നേരെ കൺക്ലൂഷനിലേക്ക് പോകാം. സം പെസോ ആർ ഡോളേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പോസിറ്റീവ് ആണ് കൺക്ലൂഷൻ. നോക്കുക, കൺക്ലൂഷൻ പോസിറ്റീവോ നെഗറ്റീവോ? പോസിറ്റീവ് ആണ്. എന്ത് ചെയ്താൽ മതി? നേരെ നോക്കിയാൽ മതി, ഉത്തരം എഴുതിയാൽ മതി. നേരെ നോക്കുക. സം പെസോ ഡോളർ ആണോ? സം പെസോ ഡോളർ അല്ല. സോ ഉത്തരം തെറ്റാണ്. ക്ലിയർ അല്ലേ? സം പെസോ ആർ ഡോളേഴ്സ്. അത് കഴിഞ്ഞു. ഇനി അടുത്തത് നോ പൗണ്ട് ഈസ് എ പെസോ. ഫസ്റ്റ് നോക്കേണ്ടത് കൺക്ലൂഷൻ ഏത്? കൺക്ലൂഷൻ നെഗറ്റീവ് ആണല്ലേ?
നെഗറ്റീവ് ഏത്? നോ ആണല്ലേ. സോ കൺക്ലൂഷൻ നെഗറ്റീവ് ആണ്, നോ ആണ്. നമ്മൾ എന്തെടുക്കണം? കോംപ്ലിമെന്ററി എടുക്കണം. അങ്ങനെ വരുമ്പം നോയുടെ കോംപ്ലിമെന്ററി എന്താണ്? സം ആണ്. അപ്പം സം പൗണ്ട് ഈസ് എ പെസോ ആണോ എന്നാണ് നോക്കണ്ടേ? ആണോ നോക്കിയാൽ അല്ല തന്നെ കാണിക്കേണ്ടി വരും. സം പൗണ്ട് പെസോ അല്ലെന്ന് പറയേണ്ടി വരും. ആണോ നല്ല നോക്കണ്ടേ? ശ്രദ്ധിക്കണം, നമ്മൾ നെഗറ്റീവിനെ മാറ്റി കോംപ്ലിമെന്ററി എടുക്കുമ്പം നോക്കേണ്ടത് ആണോ നല്ല ആവാൻ ചാൻസ് ഉണ്ടോ എന്നാ. സോ ഇവിടെ നോ പൗണ്ട് ഈസ് എ പെസോ എന്നുള്ള നെഗറ്റീവ് വാക്കിനെ നമ്മൾ കോംപ്ലിമെന്ററി ആക്കുമ്പോൾ എന്ത് വരും? സം പൗണ്ട് ഈസ് എ പെസോ എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ സം പൗണ്ട് ഈസ് എ പെസോ ആവാൻ പറ്റുമോ എന്നാണ് നോക്കണ്ടേ. സം പൗണ്ടിന് പെസോ ആവാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റുമല്ലേ. കാരണം ഇവിടെ പൗണ്ടും പെസോയുമായിട്ട് ടു ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് എന്നതിനപ്പുറത്തേക്ക് വേറെ ശത്രുതയൊന്നുമില്ല, നോ റിലേഷൻ ഒന്നും ഇല്ലല്ലോ. സോ പൗണ്ടിന് വേണമെങ്കിൽ എന്താവാം? പെസോ ആവാം. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കോംപ്ലിമെന്ററി പോസിബിൾ ആണ്, ശരിയാണ്. അപ്പോൾ നമ്മുടെ ഈ കൺക്ലൂഷൻ തെറ്റും. മനസ്സിലായോ? കോംപ്ലിമെന്ററി ശരിയായാൽ കൺക്ലൂഷൻ തെറ്റും, കോംപ്ലിമെന്ററി തെറ്റിയാൽ കൺക്ലൂഷൻ ശരിയാവും. മനസ്സിലായില്ലേ? സോ ഇതിനടുത്തത് സം പെസോ ആർ പൗണ്ട്. അഗെയിൻ പോസിറ്റീവ് നെഗറ്റീവ് ആണോ? പോസിറ്റീവ് അല്ലേ. എന്ത് ചെയ്താൽ മതി? നേരെ നോക്കിയാൽ മതി. സം പെസോ ആർ പൗണ്ട് ആണോ? പെസോ പൗണ്ട് ആണോ? അല്ല. നേരെ നോക്കി ഉത്തരം എഴുതി. തെറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും കണ്ടപ്പറേ 3 തെറ്റാണ്, സോ നൺ ഫോളോസ് എന്ന് കുത്താൻ തോന്നും. പക്ഷെ ഇവിടെ ചെറിയ കുരുക്കുണ്ട്. ആർക്കെങ്കിലും മനസ്സിലായി എന്താ കുരുക്കെന്ന്? ഇവിടെ നോക്കിയേ. ശരിക്കും സം പെസോ ആർ ഡോളേഴ്സ് അത് ഓക്കെ, എന്നാൽ നോ പൗണ്ട് ഈസ് എ പെസോ അതും തെറ്റ്, സം പെസോ ആർ പൗണ്ട് അതും തെറ്റ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതിന്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ കോംപ്ലിമെന്ററി നമ്മൾ എടുക്കാൻ നേരത്ത് കോംപ്ലിമെന്ററി എലമെന്റ്സ് ഒരിക്കലും എന്താവില്ല, രണ്ടും ഒരുപോലെ ശരിയാവില്ല എന്ന് പറഞ്ഞായിരുന്നു. കോംപ്ലിമെന്ററി രണ്ടും ഒരുപോലെ തെറ്റത്തുമില്ലെന്ന് പറഞ്ഞായിരുന്നു. ഈ സമ്മും നോയും ആക്ച്വലി പരസ്പരം കോംപ്ലിമെന്ററി അല്ലേ. നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളത് നോയുടെ കോംപ്ലിമെന്ററി ആണ് സം എന്ന് പഠിച്ചായിരുന്നു അല്ലേ. അപ്പം നോയുടെ കോംപ്ലിമെന്ററി സം ആണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് തെറ്റാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നോക്കിയേ, നോ പൗണ്ട് ഈസ് എ പെസോ അത് തെറ്റി. അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സം പെസോ ആർ പൗണ്ട് അതും തെറ്റി. അപ്പോൾ രണ്ടും തെറ്റാൻ പാടില്ലല്ലോ. ഇല്ല. ഇതിൽ ഏതേലും ഒരെണ്ണം ശരിയായല്ലേ പറ്റുള്ളൂ, ബിക്കോസ് ദേ ആർ കോംപ്ലിമെന്ററി അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുത്തേണ്ടത് നണ്ണല്ല, ഏതർ 2 or 3 ഫോളോസ്. അതായത് 2 or 3 ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്? ഏതർ കേസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. സം ടോക്സ് ആർ എൻലെസ്. വരച്ചു നോക്കാം. ഇവിടെ നോക്കണം, സം ടോക്സ് ആർ എൻലെസ് എന്നാണല്ലേ. ചില ടോക്സ് ആണ് എൻലെസ്. സോ നമ്മൾ സം ടോക്സ് ആർ എൻലെസ് വരച്ചു. സം എൻലെസ് ആർ എൻഡ്. ഇത് എൻലെസ്. സം എൻലെസ് ആർ എൻഡ്. ചില എൻലെസ് എൻഡ് ആണ്. ഇതാണ് നമ്മുടെ ഡയഗ്രാം അല്ലേ. സോ രണ്ട് സം ആണ് വന്നിരിക്കുന്നത്. നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം. സം ടോക്സ് ആർ എൻഡ്. കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്, വേറെ ഒന്നും ചെയ്യണ്ട. നോക്കുക, സം ടോക്സ് എൻഡ് ആണോ? സം ടോക്സ് എൻഡ് ആണോ? അല്ല. സം ടോക്സ് എൻലെസ് ആണ്, എന്നാൽ സം ടോക്സ് എൻഡ് അല്ല. സോ അത് തെറ്റാണ്. ഇനി ഓൾ എൻലെസ് ആർ ടോക്ക്, അതും അഗൈൻ പോസിറ്റീവ് ആണ്. നേരെ നോക്കുക, ഓൾ എൻലെസ് ആർ ടോക്ക്. എല്ലാ എൻലെസും ടോക്ക് ആണോ? സം എൻലെസ് ടോക്ക് ആണ്. എല്ലാം ടോക്ക് ആണോ? അല്ല. സോ അതും തെറ്റാണ്. നൺ ഫോളോസ്. ഇത്രേ ഉള്ളൂ. അതായത് വേറെ സിമ്പിൾ ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 10 സെക്കൻഡ് ഉത്തരം കിട്ടുമെന്ന്. കാരണം നേരെ നോക്കി ഉത്തരം എഴുതുക, അത്രേ ഉള്ളൂ. പടം വരയ്ക്കുക, കൺക്ലൂഷൻ വായിക്കുക, ശരിയോ തെറ്റോ, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ ഇവിടെ നൺ ഫോളോസ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, സം കാൻഡിൽസ് ആർ ടോർച്ചസ്. നോക്കിയേ, സം കാൻഡിൽസ് ആർ ടോർച്ചസ് വരച്ചു. സം ലാൻഡേൺസ് ആർ കാൻഡിൽസ്. സം ലാൻഡേൺസ് ആർ കാൻഡിൽസ്. അപ്പൊ ഇതാണ് ക്യാൻഡിൽ. സോ ലാൻഡേൺസ് ആർ കാൻഡിൽസ്. ഓൾ ടോർച്ചസ് ആർ ലാംപ്സ്. എല്ലാ ടോർച്ചും ലാമ്പാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ലാമ്പിന് നമ്മൾ എൽ പി എന്ന് വരച്ചു, ലാൻഡിന് നമ്മൾ എൽ എന്ന് ഇട്ടു. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മളുടെ ഡയഗ്രാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, കൺക്ലൂഷൻ വായിക്കാം. സം ടോർച്ചസ് ആർ ലാൻഡേൺസ്. അഗൈൻ പോസിറ്റീവ് കൺക്ലൂഷൻ ആണ്. സം ടോർച്ചസ് ലാൻഡേൺ ആണ്. ആണോ? ടോർച്ചസ് ലാമ്പാണ്, ടോർച്ചസ് ക്യാൻഡിൽ ആണ്, എന്നാൽ ടോർച്ചസ് ലാൻഡേൺ അല്ല. സോ ഇത് തെറ്റാണ്. അടുത്തത്, സം ലാംപ്സ് ആർ കാൻഡിൽസ്. സം ലാംപ്സ് ക്യാൻഡിൽ ആണോ? കണ്ടാൽ അറിയാം, ലാമ്പിന്റെ സർക്കിളിനോട് ഓവർലാപ്പ് ചെയ്ത് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. സോ ലാംപ്സ് ക്യാൻഡിൽ ആണ്. സോ കൺക്ലൂഷൻ 2 ഫോളോസ്. ഒൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ക്ലിയർ അല്ലേ? എളുപ്പമാണ് അല്ലേ? അടുത്തത്, സം ബേക്ക് ആർ ബെസ്റ്റ്. വരച്ചു നോക്കാം. സം ബേക്ക് ആർ ബെസ്റ്റ്. സം ബേക്ക് ആർ ബെസ്റ്റ്. ഓൾ ബേക്ക് ആർ കേക്ക്. ഓൾ ബേക്ക് ആർ കേക്ക്. പിന്നെ ഓൾ കേക്ക്സ് ആർ ടേസ്റ്റി.
all cakes are tasty. ഇതാണ് നമ്മുടെ ഡയഗ്രാം ക്ലിയർ അല്ലേ? സോ നമുക്ക് നേരെ കൺക്ലൂഷനിലേക്ക് പോകാം. സം ബെസ്റ്റ് ആർ കേക്ക്. അഗൈൻ കൺക്ലൂഷൻ പോസിറ്റീവ് ആണ്. നമുക്ക് നോക്കാം. സം ബെസ്റ്റ് ആർ കേക്ക് ആണോ? സം ബെസ്റ്റ് കേക്ക് ആണോ? യെസ്, സം ബെസ്റ്റിന്റെ ഇതിനോട് ഓവർലാപ്പ് ചെയ്ത കേക്ക് വന്നിട്ടുണ്ടല്ലേ? സോ സം ബെസ്റ്റ് ആർ കേക്ക് എന്നുള്ളത് ശരിയാണ്. അടുത്തത് സം ടേസ്റ്റി ആർ ബെസ്റ്റ്. നോക്കിയേ, സം ടേസ്റ്റി ബെസ്റ്റ് ആണോ? അതെ, ടേസ്റ്റിയുടെ ആണ് ആ വലിയ സർക്കിള്, അതിനോട് ഓവർലാപ്പ് ചെയ്ത് ബെസ്റ്റ് വന്നിട്ടുണ്ട്. സോ സം ടേസ്റ്റി ആർ ബെസ്റ്റ് എന്നുള്ളതും ശരി തന്നെയാണ്. മൂന്നാമത്തേത് സം ടേസ്റ്റി ആർ ബേക്ക്. സം ടേസ്റ്റി ആർ ബേക്ക്. സം ടേസ്റ്റി ബേക്ക് ആണോ? അതെ, കാരണം ടേസ്റ്റിക്ക് അകത്താണ് ബേക്ക് ഇരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ സം ടേസ്റ്റി ബേക്ക് ആണ്. സോ മൂന്നാമത്തേതും ശരിയാണ്. സോ നമുക്ക് നോക്കാം, പറയാം. ഓപ്ഷൻ 4 ഓൾ ഫോളോ ഇസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? അടുത്തത് ഓൾ വാൾ ആർ സിമെന്റ്. വരച്ചു നോക്കാം. ഓൾ വാൾ ആർ സിമെന്റ്. ഓൾ സിമെന്റ് ആർ ഗ്രേ. ഓൾ സിമെന്റ് ആർ ഗ്രേ. നോ ഗ്രേ ഇസ് എ സാൻഡ്. സോ ഇതാണ് നമ്മളുടെ ഡയഗ്രാം അല്ലെ? ഓൾ വാൾ ആർ സിമെന്റ്, ഓൾ സിമെന്റ് ആർ ഗ്രേ, നോ ഗ്രേ ഇസ് സാൻഡ്. വരച്ചു. കൺക്ലൂഷൻ നോക്കാം. നോ സാൻഡ് ഇസ് എ വോൾ. അഗെയിൻ കൺക്ലൂഷൻ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് നോ ആണ്. ഇവിടെ ഉള്ളത് നോ ആണ്. നോയുടെ കോംപ്ലിമെന്ററി സം ആണ്. അപ്പൊ സം സാൻഡ് ഇസ് എ വാൾ ആവാൻ പറ്റുമോ നോക്കണം. സം സാൻഡിന് വോൾ ആവാൻ പറ്റുമോ? കണ്ടാലേ അറിയാം. സാൻഡിൻ ഈ വോൾ ഇരിക്കുന്നത് ഗ്രേക്കകത്താണ്. ഗ്രേയും സാൻഡുമായിട്ട് ശത്രുക്കളാണ്. ഒരു നോ റിലേഷൻ അവർ തമ്മിലുണ്ട്. സോ അങ്ങനെ വരുമ്പം സാൻഡിന് ഗ്രേയിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ വരുമ്പം നമ്മൾ ഈ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഓൾ സാൻഡ് ഈസ് വോൾ എന്നുള്ളത് നടക്കില്ല. അപ്പോൾ നമ്മുടെ കോംപ്ലിമെന്ററി നടക്കാത്തതുകൊണ്ട് കൺക്ലൂഷൻ ശരിയാവും. ഓക്കെ അല്ലേ? സോ നമുക്കിനി അടുത്ത കൺക്ലൂഷനിലേക്ക് പോകാം. നോ സാൻഡ് ഇസ് എ സിമെന്റ്. നോ സാൻഡ് ഇസ് എ സിമെന്റ്. അഗൈൻ നമ്മൾ നോക്കുന്നു, നോയാണ്. നമ്മൾ എന്തെടുക്കുന്നു? സം ആക്കുന്നു. സം സാൻഡ് ഇസ് എ സിമെന്റ് നോക്കുന്നു. സം സാൻഡിന് സിമെന്റ് ആകാൻ പറ്റുമോ? വോളിന്റെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ സിമെന്റ് ഇരിക്കുന്നതും ഗ്രേയുടെ അകത്താണ്. സാൻഡും ഗ്രേയുമായിട്ട് നോയാണ്. അങ്ങനെ ഒരു സാൻഡിന് ഗ്രേയിലേക്ക് വരാൻ പറ്റില്ല. സോ സം സാൻഡ് ഈസ് സിമെന്റ് എന്നുള്ള ആ ഒരു പോസിബിലിറ്റി നമുക്കിവിടെ നടക്കില്ല. കോംപ്ലിമെന്ററി നടക്കില്ല. കോംപ്ലിമെന്ററി നടക്കാത്തതുകൊണ്ട്, തെറ്റുന്നതുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ ശരിയാവും. സോ ഇവിടെയും നമ്മുടെ രണ്ടാമത്തെ കൺക്ലൂഷൻ ഇവിടെ ശരിയാവും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സം ഗ്രേ ആർ വാൾ. നേരത്തെ പറഞ്ഞ പോലെ കൺക്ലൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ നേരെ നോക്കിയാൽ മതി. സം ഗ്രേ ആർ വാൾ ശരിയല്ലേ? സം ഗ്രേ വാളാണ്, കാരണം ഗ്രേക്കകത്താണ് വാൾ ഇരിക്കുന്നത്. സോ മൂന്നാമത്തെ കൺക്ലൂഷനും ശരിയാണ്. ഇനി അടുത്തത് സം ഗ്രേ ആർ സിമെന്റ്. ഇവിടെയും നോക്കാം. സം ഗ്രേ സിമെന്റ് ആണോ? അതെ, ഗ്രേയുടെ അകത്താണ് സിമെന്റ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നേരെ നോക്കിയാൽ മതി, ഉത്തരം എഴുതിയാൽ മതി. ഇതും ശരിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഓൾ 4 അല്ലെ? ഒന്നാമത്തെയും 2, 3, 4 എല്ലാം ശരിയാണ്. ഓൾ കൺക്ലൂഷൻസ് 1, 2, 3 and 4 ഫോളോസ്. ഓക്കെ അല്ലേ? സോ ആക്ച്വലി സിലോസിസത്തിന്റെ വളരെ കുറച്ചൊരു ഏരിയ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് മാത്രമല്ല ഉള്ളത്. ഇനി ഒള്ളി എ ഫ്യൂ, ഒള്ളി കേസ്, പോസിബിലിറ്റി കേസ്, അങ്ങനെ ലോട്ട് ഓഫ് ടോപ്പിക്സ് ഇവിടെ പഠിക്കാൻ സിലോസിസിനകത്ത് തന്നെ പഠിക്കാനുണ്ട്. അതുപോലെ റിവേഴ്സ് സിലോസിസം, അതൊരു മെയിൻ ടോപ്പിക് ആണ്. അങ്ങനെ ഒരുപാട് ടോപ്പിക്സ്, സബ് ടോപ്പിക്സ് സിലോസിസ് തന്നെയുണ്ട്. നമ്മൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാണുള്ളൂ, നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഇൻട്രോ പറയാൻ മാത്രമേ ടൈം എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അല്ലേ? സോ ഇത്രയുള്ള സിലോസിസം. കാരണം നിങ്ങൾ ഡെയിലി ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയായിരിക്കും. നമ്മൾ ഇവിടെ ചെയ്തിട്ട് പോലും നമുക്ക് ശരിക്കും വിത്തിൻ ഒരു 15 സെക്കൻഡ്സ് ഉത്തരം കിട്ടാൻ. കാരണം നമ്മൾ പടം വരയ്ക്കുന്നു, പോസിറ്റീവ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നു, നെഗറ്റീവ് ആണെങ്കിൽ പോലും നമ്മൾ ഞാൻ പതുക്കെ പറഞ്ഞു പോകേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോ എ ഇസ് ബി എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് വായിച്ചാൽ മതി? സം എ ഇസ് ബി എന്ന് വായിച്ചാൽ മതി. മനസ്സിലായോ? സോ അത്രയേ ഉള്ളൂ സിലോസിസം. സോ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് എക്സാമിന്റെ കാര്യം അറിയാലോ. ഇപ്പോൾ എക്സാം സീസൺ തുടങ്ങി കഴിഞ്ഞു. SBPയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ പീരീഡ് കഴിഞ്ഞു. IPSPO 21 വരെ ഉള്ളൂ. അതുപോലെ ഇനി ക്ലർക്ക് വിളിക്കും, അതുപോലെ RRB ക്ലർക്ക് വിളിക്കും. വലിയൊരു സീസണാണ് വരാൻ പോകുന്നത്. LAC വിളിക്കാനുണ്ട്. സോ എല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.